നമ്മളിപ്പം റൈത്ത ഉണ്ടാക്കാൻ പോവാണ്. റൈത്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് തൈര്, ഒരു 1/2 കപ്പ് തൈരുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത് രണ്ടും പാകത്തിന് എരിവ് വേണമെങ്കിൽ, പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് പച്ചമുളക്, ക്യുക്കമ്പർ, ടൊമാറ്റോ, കൊറിയാൻഡർ ലീഫ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും കുരുമുളകും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് തൈരിലോട്ട് ആഡ് ചെയ്യാം. നമ്മളിത് അരിയുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് വിടാം, ഒരു പ്രശ്നവുമില്ല. ചെറുതായിട്ട് അരിയാണെങ്കിൽ നോക്കേണ്ടത് കൈയും കൂടെ അരിയാണ്ട് നോക്കണം. ഒരു കാര്യം പറയാൻ മറന്നു പോയി കേട്ടോ, ഉള്ളിയും വേണം കുറച്ച്, അത് ഞാനിപ്പോൾ എടുക്കാം. അതിൻ്റെ കൂടെ ഉള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതാ ഉള്ളി വന്നു. ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ്, ഇപ്പം ഇത് ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിരിക്കുന്നത്, ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ചാക്കണമെങ്കിൽ കുറച്ചാക്കാം. ഇപ്പം ഇത്രയായി. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, പാത്രത്തിൽ അതെല്ലാം കൂടെ ഒന്ന് ഇടും. എന്നിട്ട് ഉപ്പും കുരുമുളകും നമുക്ക് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. ഇതിൽ മുഴുവനും പിടിക്കണം, പിന്നെ തൈരിലും വേണം. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് പിടിച്ചിരിക്കും. ഇത് ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് തൈര് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ചിലപ്പോൾ ഇത് ആ ഉള്ളി, ക്യുക്കമ്പറും തക്കാളിയും ആ ഉപ്പിൻ്റെ രസം കൊണ്ട് കുറച്ചൊന്ന് അയയും. ആ സമയം കൊണ്ട് നമുക്ക് കൊറിയാൻഡർ ലീവ്സ് അരിഞ്ഞെടുക്കാം. കൂടെ ഒന്ന് തിരുമ്മി അതിനകത്തോട്ടിടാം. ഇനി തൈര് ഒന്ന് ഉടച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. റൈത്ത റെഡി. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് തൈര് കുറച്ചുകൂടെ ഒഴിക്കാം. അപ്പം ഉപ്പും കുരുമുളകും കൂടെ കുറച്ച് കൂടുതലിടുക, ആ തൈരിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. ഇതിപ്പം ബിരിയാണിയുടെ കൂടെ അടിപൊളിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു റൈത്തയുടെ